ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ സ്വന്തം വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള കേട്ടോ. അങ്ങനെ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ ബാഗും പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. കിടന്നിട്ട് ട്രാവൽ ചെയ്താൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെ എ സിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ടിക്കറ്റൊക്കെ നമുക്ക് കിട്ടി. ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. പിന്നെ ഞാൻ വടകര കൊയിലാണ്ടിയൊക്കെ എത്താനായപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ടാളും ലോക കഥ പറിച്ചില്ല. അങ്ങനെ തന്നെ നമ്മുടെ ഫറൂഖ് നമ്മുടെ സ്റ്റേഷനിലെത്തിയിട്ട് നല്ല അടിപൊളി വ്യൂയോട് കൂടിയാണ് അവിടെ ഇറങ്ങേണ്ടി വന്നത്. നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു കുളിരാണല്ലേ. ആ ഒരു സാധനം കേട്ടോ ഞാനിപ്പോൾ ഫീൽ ചെയ്തു. എവിടെ ഒന്നിനും ഇറങ്ങിയില്ല, നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ടാണ് പോയത്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ, നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് നല്ല പൊക്കവടയും സമൂസയും റോളും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നോമ്പ് മുറിച്ച പിന്നെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ചക്കയും മാങ്ങയും പഴവും ഉണ്ടായതൊക്കെ ഉമ്മ കാണിച്ചു തന്നു. പിന്നെ ഇതാ ഞാൻ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ അച്ചാറാണ് കേട്ടോ. അസിക്കാണെങ്കിൽ ഈ അച്ചാർ സ്പൈസി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇരുമ്പിപ്പുള്ളിൻ്റെ അച്ചാറായിരുന്നു. അപ്പോൾ ഈ ഒരു 10 ഡേയ്സിൻ്റെ ഗ്യാപ്പിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാം. പോയ സമയത്ത് വന്ന കൊറിയറാണ് മണി ബാങ്ക് ഐസ് ബേബിക്ക് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് പൈസ ഇട്ട് ഉദ്ഘാടനം ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് ഫുള്ള് റെസ്റ്റ് എടുത്താൽ നല്ലത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.